സ്വാഗതം. ഞാൻ പ്രധാന വാർത്തകൾ. മിസ്രൈമിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ ഫറവോന്റെ പ്രത്യേക ഓർഡർ. ഇത് മിസ്രൈമിൽ ജനസംഖ്യ പെരുകുന്നതിനെ തുടർന്നാണ്. കാത്തിരിപ്പ് യോഗത്തിനിടെ മയങ്ങിയ മധ്യവയസ്കൻ യൂത്തിക്കോസ് വിട പറഞ്ഞു. പാസ്റ്റർ പ്രസംഗം നീട്ടിയതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിശ്വാസികൾ പരാതിപ്പെട്ടു. പരാജയത്തിന്റെ അടിത്തറ എന്ന പ്രശസ്ത റെസ്ലിംഗ് താരം ഷിംഷോൺ അഭിപ്രായം രേഖപ്പെടുത്തി. ഗിൽഗാലിൽ നടന്ന ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം പായസക്കലത്തിൽ അതോ പേച്ചീര പറിച്ചിട്ടതാണെന്ന് അഭിപ്രായം. അബ്ശാലോം രാജകുമാരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. പ്രശസ്ത എഞ്ചിനീയറും പ്രകൃതി സ്നേഹിയുമായ നോഹ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. സ്വാഭാവിക മരണം സംഭവിച്ചതിനാൽ ഔദ്യോഗിക വസതിയിലായിരുന്നു ശവസംസ്കാരം. 500 വയസ്സിന് ശേഷവും മക്കളെ ജനിപ്പിച്ച ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആളായിരുന്നു നോഹ. അരാം രാജാവിന്റെ സേനാധിപതിയും അവിടുത്തെ പോലീസ് മന്ത്രിയുമായ നയമാൻ തന്റെ കുഷ്ഠരോഗ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് യാത്ര തിരിച്ചു. പ്രധാന വാർത്തകൾ വിശദമായി. മിസ്രൈമിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുവാൻ ഫറവോൻ പ്രത്യേക ഓർഡർ പുറപ്പെടുവിച്ചു. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മോനിഷ് ലൈനുണ്ട്. ഹലോ മോനിഷ്, കേൾക്കാമോ? തങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കാരണം? സ്ഥലത്തിപ്പോൾ ക്രമസമാധാനം നിർവഹിക്കുകയാണ്. സ്ഥലത്ത് ഫറവോന്റെ സൈന്യത്തിന് നേരെ ജനങ്ങൾ കല്ലെറിഞ്ഞ് നടക്കുകയാണ്. ഫറവോന്റെ പോലീസ് അവർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഇത് ഫറവോൻ രാജാവിനെ കസേര കളയാൻ വരെ സാധ്യതയുണ്ട്. പോലീസ് അവർക്ക് നേരെ ഗ്രൈനേഡ് ഉപയോഗിച്ച് ഇത് സ്ഥലത്തെ സംഘർഷാവസ്ഥ കൂടുതൽ തുടങ്ങുന്നതായി. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ ചിക്കുലോകം റെവല്യൂഷൻ. കാത്തിരിപ്പ് യോഗത്തിനിടെ മയങ്ങിയ മധ്യവയസ്കൻ യൂത്തിക്കോസ് വിട പറഞ്ഞു. പാസ്റ്റർ പ്രസംഗം നീട്ടിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് വിശ്വാസികൾ അഭിപ്രായപ്പെട്ടു. പാസ്റ്റർക്കെതിരെ വിശ്വാസികൾ രംഗത്ത്. അതിനെ തുടർന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് വരെ സംഘടിപ്പിക്കുവാൻ വിശ്വാസികൾ തിരിഞ്ഞിറങ്ങി. പാസ്റ്ററെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. ഉറക്കം പരാജയത്തിന്റെ അടിത്തറ എന്ന പ്രശസ്ത റെസ്ലിംഗ് താരം ഷിംഷോൺ സ്ത്രീകളെ വിശ്വസിക്കരുതെന്നും ഷിംഷോൺ ഞങ്ങളുടെ ജൂലൈ 5 വിഷയം നൽകിയ പ്രത്യേക ഇന്റർവ്യൂവിൽ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ പാലൽ മരുഭൂമിയിൽ പാളയമിറങ്ങിയ ഗിൽഗാലിൽ ഭക്ഷ്യവിഷബാധ. ഗിൽഗാലിൽ നടന്ന ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം പായസക്കലത്തിൽ ആരോ പേച്ചീര പറിച്ചിട്ടതാണെന്നാണ് ഞങ്ങളുടെ രേഖ നൽകുന്ന അഭിപ്രായം. പ്രശസ്ത എഞ്ചിനീയറും പ്രകൃതി സ്നേഹിയുമായ നോഹ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. സ്വാഭാവിക മരണം ആണെന്നാണ് മൂത്ത മകൻ ഷേർ നൽകുന്ന വിവരം. ശവശരീരം വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നും ഷേം അറിയിച്ചു. അദ്ദേഹത്തിന് 950 വയസ്സായിരുന്നു. സ്പോർട്സ് വാർത്തകൾ. കർത്താവിനെ പിടിക്കാൻ മഹാപുരോഹിതന്മാരും ചേകവരും വന്നപ്പോൾ പത്രോസിനെ പിന്നിലാക്കി ബാക്കി 10 ശിഷ്യന്മാരും ഓടി വിജയം കൈവരിച്ചു. കാർമേലിൽ നിന്നും ഇസ്രായേൽ വരെയുള്ള ഓട്ടത്തിൽ ഏലിയാസ് റെക്കോർഡ് വിജയം കാഴ്ചവെച്ചു. യഹോവ തന്റെ കൈവച്ചത് കൊണ്ടാണ് ആഹാബ് രാജാവിന്റെ രഥത്തെ പോലും പിന്നിലാക്കി ഉന്നത വിജയം നേടാൻ തനിക്ക് കഴിഞ്ഞതെന്ന് ഏലിയാസ് വ്യക്തമാക്കി. കാലാവസ്ഥ. നാളെ രാവിലെ മുതൽ മിസ്രൈം ദേശത്ത് പരക്കെ കൽമഴ ഉണ്ടായിരിക്കുമെന്നും എന്നാൽ ഗോഷേഫ് ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായിരിക്കുകയില്ല എന്നും ഫറവോനുള്ള പ്രത്യേക കൂടിക്കാഴ്ചയിൽ മോശെ അറിയിച്ചു. നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഏലിയാവ് അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത 7 അടി പൊക്കവും വെളുത്ത നിറവുമുള്ള ഹാനോക്ക് എന്ന മനുഷ്യനെ കാണുവാനില്ല. വാർത്തകൾ സമാപിച്ചു.